Hi, my dear ones. Welcome to CSEB Ranker, your one-stop channel for cracking CSEB exams in Kerala. സെക്ഷൻ 34 എ ഇവയുടെ കുറച്ച് ക്വസ്റ്റ്യനും കൂടി അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ കഴിയും. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഹൂ പ്രിപ്പയേഴ്സ് ദ ഇൻവെൻ്ററി ഓഫ് റെക്കോർഡ്സ് ആൻഡ് പ്രോപ്പർട്ടി സീസ്ഡ്? ആൻസർ: ദ രജിസ്ട്രാർ ഓർ അതർ ഓഫീസർ സീസിങ് ദ റെക്കോർഡ്സ്. നമ്മൾ പഠിച്ചിരുന്നു, ഒരു സൊസൈറ്റിയുടെ കമ്മിറ്റിയുടെ സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള പ്രോപ്പർട്ടീസും റെക്കോർഡ്സും അവർ കൈമാറുന്നില്ല എങ്കിൽ അത് പിടിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. ഇങ്ങനെ പിടിച്ചെടുക്കുന്ന അവയുടെ ലിസ്റ്റ്, ഇൻവെൻ്ററി ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. രജിസ്ട്രാറോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തിയ അസിസ്റ്റൻ്റ് രജിസ്ട്രാറിൽ കുറയാത്ത റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അവരാണ് ഈ ഇതിൻ്റെ ഇൻവെൻ്ററി പ്രിപ്പയർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് മസ്റ്റ് ദ ഓഫീസർ, എംപ്ലോയി ഓർ മെമ്പർ ഫ്രം ഹൂസ് കസ്റ്റഡി റെക്കോർഡ്സ് ആർ സീസ്ഡ് ഡു? ആൻസർ: അഫിക്സ് ഹിസ് സിഗ്നേച്ചർ ആസ് വിറ്റ്നസ്. ആരുടെ കസ്റ്റഡിയിൽ നിന്നാണോ ഈ റെക്കോർഡ്സുകൾ പിടിച്ചെടുത്തത്, അത് ഓഫീസറാകാം, എംപ്ലോയി ആകാം, അല്ലെങ്കിൽ മെമ്പർ ആകാം, അവരുടെ കയ്യിൽ നിന്നും ഉറപ്പായിട്ടും സിഗ്നേച്ചർ വാങ്ങിച്ചിരിക്കണം എന്നതാണ് ഇതിൽ നിന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഓഫീസർ ഓർ എംപ്ലോയി ഓർ മെമ്പർ റെഫ്യൂസസ് ടു സൈൻ? ആൻസർ: 2 or more persons shall sign as witnesses. ഇങ്ങനെ ഓഫീസർ, എംപ്ലോയി അല്ലെങ്കിൽ മെമ്പർ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത റെക്കോർഡ്സിൽ സിഗ്നേച്ചർ അവർ സാക്ഷികളായിട്ട് സിഗ്നേച്ചർ തരുന്നില്ല എങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ട് 2 അതിലധികമോ ആളുകളെ ഇതിനെ സാക്ഷികളായി നിർത്തിക്കൊണ്ട് അവരുടെ സൈൻ വാങ്ങിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ടു ഹും ഷുഡ് എ കോപ്പി ഓഫ് ദ ഇൻവെൻ്ററി ബി ഡെലിവേർഡ്? ആൻസർ: to the officer or employee or member from whose custody the records and property were seized. പിടിച്ചെടുത്ത റെക്കോർഡ്സിൻ്റെയും പ്രോപ്പർട്ടിയുടെയും ഇൻവെൻ്ററിയുടെ ഒരു കോപ്പി ആരുടെ കയ്യിൽ നിന്നാണോ പിടിച്ചെടുത്തത് അവർക്ക് കൊടുത്തിരിക്കണം. അത് ഓഫീസറാകാം, എംപ്ലോയി ആകാം, മെമ്പർ ആകാം. അവരാരിൽ നിന്ന് പിടിച്ചെടുത്താലും അതിൻ്റെ ലിസ്റ്റായ ഈ ഇൻവെൻ്ററിയുടെ ഒരു കോപ്പി അവർക്കും കൂടി കൈമാറിയിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഹൂ ഇഷ്യൂസ് ഗൈഡ്ലൈൻസ് ഫോർ ഇൻസ്റ്റലേഷൻ ആൻഡ് യൂസ് ഓഫ് കോമൺ സോഫ്റ്റ്വെയർ? ആൻസർ: ദ രജിസ്ട്രാർ. എല്ലാ സഹകരണ സംഘങ്ങൾക്കും കോമൺ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള ആ ഗൈഡ് ലൈൻ ആരാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്? അത് രജിസ്ട്രാറാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6. വിത്ത് ഹൂം ഡസ് ദ രജിസ്ട്രാർ കൺസൾട്ട് വൈൽ എസ്റ്റാബ്ലിഷിംഗ് ദ ടെക്നിക്കൽ സെൽ? ആൻസർ: ദ ഗവൺമെൻറ്. സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ എന്നിവയുമായി ബന്ധപ്പെട്ട് സുരക്ഷ, അതുപോലെ ഡാറ്റ സംരക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായിട്ട് ഒരു ടെക്നിക്കൽ സെല്ലിനെ രൂപീകരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിന് രജിസ്ട്രാർ ആരുമായിട്ട് കൺസൾട്ട് ചെയ്താണ് ഇതൊക്കെ കൊണ്ടുവരേണ്ടത്? അത് രജിസ്ട്രാർ ഗവൺമെൻറ്റുമായി കൂടിയാലോചിച്ചാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ആ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് ചാപ്റ്റർ 5 പ്രിവിലേജസ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, സെക്ഷൻ 35 മുതൽ 41 വരെ അതിലേക്ക് കടക്കാം. കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കെല്ലാം ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇവിടെ സെക്ഷൻ 35 സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ പറയുന്നു, ഫസ്റ്റ് ചാർജ് ഓഫ് സൊസൈറ്റി ഓൺ സർട്ടൻ അസറ്റ്സ്. സെക്ഷൻ 35 സബ്സെക്ഷൻ 1. Notwithstanding anything contained in any law for the time being in force, but subject to any prior claim of the government in respect of land revenue or any money recoverable as land revenue, any debt or outstanding demand owing to a society by any member or past member or deceased member shall be a first charge.
സംഘത്തിൻ്റെ ഒരു പ്രിവിലേജായ ഫസ്റ്റ് ചാർജിനെ കുറിച്ചാണ് പറയുന്നത്. അത് സെക്ഷൻ 35(1) പറയുന്നു. സർക്കാരിൻ്റെ ലാൻഡ് റവന്യൂ മുൻഗണനാവകാശത്തിന് വിധേയമായിക്കൊണ്ട് കടം തിരിച്ചു പിടിക്കാനായി അംഗത്തിൻ്റെ, അതായത് അതും ഇപ്പോഴുള്ള അംഗമാകാം, മുൻ അംഗമാകാം, അല്ലെങ്കിൽ മരിച്ചുപോയ ആകാം, അവരുടെ ചില സ്വത്തുക്കളിൽ സഹകരണ സംഘത്തിന് ആദ്യ അവകാശം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, ദ ക്രോപ്സ് ഓർ അതർ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് of such member for the raising of which the loan was taken from the society by such member, and any cattle, fodder for cattle, agricultural or industrial implements or machinery or raw materials for manufacture supplied or purchased in whole or in part out of any loan given by the society or on any article manufactured from raw materials so supplied or purchased. സൊസൈറ്റിയുടെ പ്രിവിലേജായ ഈ ഫസ്റ്റ് ചാർജ് എന്തിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഇവിടെ പറയുന്നത്, സൊസൈറ്റിയിൽ നിന്ന് അംഗമെടുത്ത വായ്പ ഉപയോഗിച്ച് കൃഷി ചെയ്ത വിളകൾക്കും അല്ലെങ്കിൽ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾക്കും സംഘത്തിന് ഫസ്റ്റ് ചാർജ് ഉണ്ടായിരിക്കും. പിന്നെ സംഘം നൽകിയ വായ്പ ഉപയോഗിച്ച് മുഴുവനായോ ഭാഗികമായോ വാങ്ങിയ അല്ലെങ്കിൽ വിതരണം ചെയ്ത പശുവിനുള്ള തീറ്റ, കാർഷിക വ്യാവസായിക ഉപകരണങ്ങൾ അല്ലെങ്കിൽ യന്ത്രങ്ങൾ, നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ അഥവാ ആ അസംസ്കൃത വസ്തുക്കളിൽ നിന്നും നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ, ഇവയുടെയൊക്കെ മേൽ സംഘത്തിന് ഫസ്റ്റ് ചാർജ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, സെക്ഷൻ 35 subsection 2. No person shall transfer any property which is subject to a charge under subsection 1 except with the previous permission in writing of the society which holds the charge. സംഘത്തിൻ്റെ അനുമതിയില്ലാതെ ഫസ്റ്റ് ചാർജ് ഉള്ള സ്വത്ത് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നാണ് 35(2) പറയുന്നത്. നെക്സ്റ്റ്, സെക്ഷൻ 35 subsection 3. Notwithstanding anything contained in any law for the time being in force, any transfer of property made in contravention of the provisions of subsection 2 shall be void. സംഘത്തിൻ്റെ അനുമതിയില്ലാതെ കൈമാറിയാൽ ആ കൈമാറ്റം അസാധുവാകുമെന്നാണ് 35(3) പറയുന്നത്. നെക്സ്റ്റ്, സെക്ഷൻ 35 subsection 4. The charge created under subsection 1 shall be available as against any claim of the government arising from any loan granted by them after the grant of the loan by the society. ഇനി പറയുന്നു, സംഘം വായ്പ കൊടുത്തതിന് ശേഷം സർക്കാരും വായ്പ കൊടുത്താൽ സംഘത്തിൻ്റെ അവകാശം മുൻഗണനയിൽ തന്നെ തുടരും എന്നുള്ളതാണ് 35(4) പറയുന്നത്. ഇനി നമുക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കിയിരിക്കുന്നത് നോക്കാം. സെക്ഷൻ 35 subsection 1. Society has a first charge on members' assets for any debt or demand, subject to prior claim of government for land revenue. Applies to members, past members and deceased members. Assets covered section 35 subsection 1 A and B ആയി പറഞ്ഞേക്കാണ്. ക്രോപ്സ് ഓർ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് റേസ്ഡ് വിത്ത് സൊസൈറ്റീസ് ലോൺ. cattle fodder, agricultural or industrial implements, machinery. Raw materials purchased with the society's loan. Manufactured articles from such raw materials. Section 35 subsection 2. Property under charge cannot be transferred without prior written permission of society. Next, section 35 subsection 3. Any transfer violating subsection 2 is void despite any law. Section 35 subsection 4. Society's charge is valid even against government loans granted after society's loan.
ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഹൂ വാസ് ദി ഫസ്റ്റ് മലയാളി റെസിപ്പിയൻറ്റ് ഓഫ് ദി ജ്ഞാനപീഠം അവാർഡ്? ആൻസർ ശ്രീ ജി ശങ്കരക്കുറുപ്പ്. നെക്സ്റ്റ്, മീനിങ് ഓഫ് ഇംപെർട്ടിനൻറ്റ്. ആൻസർ ഡിസ്റെസ്പെക്റ്റ്ഫുൾ, ആദരണീയനല്ലാത്ത. നെക്സ്റ്റ്, EFH is to GHJ, then MNP is to dash. ആൻസർ OPR. ഇത് കിട്ടുന്നത് ഇയും എഫും നിയറസ്റ്റ് അടുത്തടുത്ത് വരുന്ന ലെറ്റേഴ്സാണ്. അത് കഴിഞ്ഞ് EF ജീനെ സ്കിപ്പ് ചെയ്തിട്ട് എച്ച് എടുത്തേക്കുന്നു. ദെൻ ജിയും എച്ചും അടുത്തടുത്ത ലെറ്റേഴ്സാണ്. അടുത്ത ലെറ്ററായ ഐനെ സ്കിപ്പ് ചെയ്തിട്ട് ജെ എടുത്തേക്കണം. അതുപോലെ തന്നെ എമ്മും എന്നും അടുത്ത ലെറ്റേഴ്സാണ്. ഒയിനെ സ്കിപ്പ് ചെയ്തിട്ട് പി എടുത്തേക്കുന്നു. അതുപോലെയുള്ള പാറ്റേണിൽ വരുന്നതാണ്. ഒയും പിയും അടുത്തടുത്ത് വരുന്ന ലെറ്റേഴ്സാണ്. ക്യൂവിനെ സ്കിപ്പ് ചെയ്തിട്ട് ആർ എടുത്തേക്കുന്നു. അപ്പോൾ ആൻസർ OPR. Now your turn to answer. First question, which one is the largest commercial bank in India? Next, antonyms of cowardice. Next, find the odd one. 25, 27, 30, 35, 42, 53 and 64. Leave your answer in the comment box and stay tuned for the next episode. Thank you.